തരൂരിന്റെ ഈ അടുത്തുള്ള പ്രസ്താവനകൾ കാരണം ആകെ തലവേദന പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തരൂര് ഒരേ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെയും പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് അത് എല്ലാ തരത്തിലും കേരളത്തിലെ UDF സംബന്ധിച്ചിടത്തോളമായാലും എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും വളരെ വലിയ തോതിലുള്ള എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി, എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്കിടയിൽ തന്നെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഉള്ള പ്രസ്താവനകൾ പുറത്തു വരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അത്രത്തോളം മോദി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എതിർക്കുന്ന കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, അപ്പോൾ ഇവരെ പോലുള്ളവർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് എന്ന കാര്യം സംശയമില്ല. കാരണം അത്രത്തോളം വലിയ തോതിൽ തന്നെയാണ് തരൂര് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ BJPയെ പുകഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചാണ് ശശി തരൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തന്നെ. അതായത് ആ ഒരു കൂടിക്കാഴ്ചയിൽ, ട്രംപുമായുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ വലിയ തോതിലുള്ള ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നാണ് ശശി തരൂർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതായത് 16 വർഷമായി ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. ആരെങ്കിലും സർക്കാരിലായിരിക്കുമ്പോൾ അത് നമ്മുടെ സർക്കാരായാലും മറ്റേതെങ്കിലും പാർട്ടിയുടെ സർക്കാരായാലും ശരിയായ കാര്യം ചെയ്യുകയോ നല്ലത് ചെയ്യുകയോ ചെയ്താൽ അതിനെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും വേണം. അവർ എന്തെങ്കിലും മോശമായി ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുകയും വേണം എന്നതാണ് എൻ്റെ മനോഭാവമെന്നും തരൂർ തുറന്നടിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും എന്നെ ഗൗരവമായി എടുക്കില്ല എന്നും, ഞാൻ എപ്പോഴും വിമർശിച്ചാൽ ആരും എന്നെ ഗൗരവമായി എടുക്കില്ല എന്നും, ജനാധിപത്യത്തിൽ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കണമെന്നുമാണ് പറഞ്ഞത്. ഇന്ത്യൻ ജനതയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി മോദിയുടെ വാഷിംഗ്ടൺ സന്ദർശനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും കോൺഗ്രസ് MP പറഞ്ഞിരുന്നു. വ്യാപാരത്തിലും താരിഫുകളിലും അടുത്ത 9 മാസത്തേക്ക് ഒരു ചർച്ച നടത്താനുള്ള ഒരു കരാറിൽ ഇപ്പോൾ ഉണ്ടെന്ന വസ്തുതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നും, വാഷിംഗ്ടൺ തിടുക്കത്തിൽ ഏകപക്ഷീയമായി നമ്മുടെ മേൽ ചില തീരുവകൾ ചുമത്തുന്നതിനേക്കാൾ വളരെ നല്ലതാണ് ഇതെന്നും, എന്തോ നല്ലത് നേടിയതായി എനിക്ക് തോന്നുന്നു എന്നും, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു എന്നും, നമുക്ക് എല്ലായ്പ്പോഴും പാർട്ടി താല്പര്യങ്ങളുടെ കാര്യത്തിൽ മാത്രം സംസാരിക്കാൻ കഴിയില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വളരെ പുകഴ്ത്തി തന്നെയാണ് ശശി തരൂർ സംസാരിച്ചത്. അതുപോലെ തന്നെ ഇരു നേതാക്കളും നടത്തിയ ആ ഒരു സംയുക്ത പത്രസമ്മേളനം തന്നെ ആ ഒരു ചർച്ചകൾ നല്ലതായിരുന്നു എന്നുമാണ് തരൂർ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസ് വളരെ വലിയ തോതിലാണ് ഈ പറയുന്ന തരത്തിൽ ട്രംപും മോദിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ആ ഒരു വിഷയങ്ങളെല്ലാം തന്നെ അത് നെഗറ്റീവ് ആക്കാനായിട്ട് നോക്കിയത്. പക്ഷേ അതിനെല്ലാം തന്നെയുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പക്കൽ നിന്നും ഉണ്ടായ ഈ ഒരു മറുപടി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനുശേഷം ശശി തരൂരിനെതിരെ ഉണ്ടായ പലതരം നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടായ പലതരം നീക്കങ്ങൾ, അതായത് ശശി തരൂരിനെ എങ്ങനെയും ഒതുക്കാനായിട്ട് നിൽക്കുന്ന കുറേയധികം നേതാക്കൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ അതിന് കച്ചകെട്ടി നടക്കുന്ന കുറേ പേരുണ്ട്. കാരണം ശശി തരൂരിനെ പോലൊരു വ്യക്തി അവർക്കെല്ലാം തലവേദനയാകും, അല്ലെങ്കിൽ അവർക്കെല്ലാം മുകളിൽ എത്തുമെന്നുള്ള പേടിയുള്ള ഒരുപാട് നേതാക്കൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതിൽ തന്നെ മറ്റൊരു പ്രസ്താവനയും മറ്റൊരു അഭിപ്രായവും നടത്തിയെന്ന് പറയുന്നത് കേരള സർക്കാരിനെ കൂടി പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് ഈ ശശി തരൂർ എന്ന് പറയുന്നത്. കാരണം ശശി തരൂർ ഭരണകക്ഷിയായിട്ടുള്ള LDF സഖ്യത്തിന് കീഴിലുള്ള കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് സമ്പദ് വ്യവസ്ഥയെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹം ഒരു പത്രത്തിൽ ഒരു ലേഖനവും എഴുതിയിരുന്നു. അതും വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കേരളത്തിലെ UDF നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെതിരെയും ഈ പറയുന്ന ശശി തരൂരിനെതിരെ പലതരത്തിലുമുള്ള പ്രസ്താവനകൾ, പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ, അതായത് എതിരെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കേരളത്തിലെ പല നേതാക്കളും, സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുകയുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശശി തരൂർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഓരോ ബോംബ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, കാരണം ശശി തരൂരിനെ ഈ പറയുന്ന തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ആ ഒരു തലത്തിൽ എടുത്തുകൊണ്ട് ശശി തരൂരിനെ ഒരു സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം പണികളും കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിനൊന്നും തലവെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആ ഒരു തരത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, താൻ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്, തന്റെ അഭിപ്രായം തന്നെയാണ് താൻ പറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാട്, രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്ന തരത്തിൽ തന്നെയാണ് ശശി തരൂരിന്റെ ഒരു നിൽപ്പെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇവിടെ പെട്ടിരിക്കുന്നത് എന്ന് പറയാം. കാരണം കോൺഗ്രസ് ഈ ഒരു കാര്യത്തിൽ ശശി തരൂരിനെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശശി തരൂരിനെ പോലൊരു നേതാവ് അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ ഒരു വ്യക്തിയെ
അഴയുന്ന തരത്തിലോട്ട് കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ദോഷകരമായി മാറുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴേ പലതരത്തിലുമുള്ള ഗ്രൂപ്പ് വഴക്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുക തന്നെയാണ്. കാരണം 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും തീരുമാനിക്കാനായിട്ടുള്ള രീതിയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടിയിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടും ഈ പോക്കാണെങ്കിൽ അതും നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. കാരണം ഈ ശശി തരൂരിനെ പോലൊരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ട് ഒതുക്കുകയാണ് ഈ പറയുന്ന കേരളത്തിലെ നേതാക്കൾ എല്ലാവരും. അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ശശി തരൂരിനെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിർത്തുക, ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു നേതാവാക്കി മാറ്റുകയായിരുന്നു വേണ്ടത്. കാരണം കേരളത്തിൽ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റണമായിരുന്നു. എങ്കിൽ അത് കോൺഗ്രസിന് വളരെ വലിയൊരു നേട്ടമായി മാറുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടെയും കളി കളിക്കുകയാണ് കോൺഗ്രസ് ശരിക്കും പറയാം. കാരണം ശശി തരൂരിനെ ഒതുക്കുക, ശശി തരൂരിനെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമവും നടത്താതിരിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് പലരുടെയും പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ശശി തരൂരിനെ ആ ഒരു തരത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുക. കാരണം കേന്ദ്രത്തിൽ പോയിട്ട് ശശി തരൂരിനെ പോലൊരാൾക്ക് നിലവിൽ ഒരു തരത്തിലും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഭരണം പോലും കയ്യിലില്ലാത്ത കോൺഗ്രസ് ഈ അടുത്തെന്നല്ല, ഇനി വരുന്ന കാര്യം തന്നെ സംശയത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ ഒരു നിലയിലേക്ക് അതപ്പതിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ശശി തരൂരിനെ പോലെ ഒരാൾ ഒരു MP ആയിട്ട് അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതേസമയം ഈ ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയേക്ക് കേരളത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ 2026 തന്നെ കോൺഗ്രസിന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ അതിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ അതുപോലും ചെയ്യാനായിട്ട് മനസ്സ് വരാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുക. അതായത് ശശി തരൂരിനെ ഒതുക്കണം, ശശി തരൂര് കേന്ദ്രത്തിൽ MP ആയിട്ട് ഇരിക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒരു സ്ഥാനങ്ങളും ശശി തരൂരിന് കിട്ടേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നവർ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂര് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ശശി തരൂരിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ശശി തരൂരിനെ പൂർവാധികം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഒഴിവാക്കുന്ന തഴയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. ഈ ഒരു പോക്കാണെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ കോൺഗ്രസ് തന്നെ ശശി തരൂരിനെ BJPയിലേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവം തന്നെ. അത് വൈകാതെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിൽ തന്നെ ഈ ഒരു ഇപ്പോൾ മോദിയെ പുകഴ്ത്തി പറയുന്നതും BJPയെ പുകഴ്ത്തി പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഒക്കെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ചൊറിച്ചിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോൺഗ്രസ് ചൊറിഞ്ഞ് അവസാനം തരൂരിനെ പോലൊരാളെ BJP പാളയത്തിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പണി കോൺഗ്രസ് ചെയ്തു കൊടുക്കുകയാണ് എന്ന് വ്യക്തമാക്കി പറയാൻ സാധിക്കും. കാരണം എത്രയെന്ന് പറഞ്ഞാണ് ഈ പാർട്ടിയിൽ ഇതെല്ലാം കേട്ടുകൊണ്ടും സഹിച്ചുകൊണ്ടും നിൽക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ശശി തരൂരിനെ പോലൊരാൾ BJP പോലുള്ള ഒരു പാർട്ടിയിൽ എത്തുകയാണെങ്കിൽ അതിൻ്റെതായ നേട്ടങ്ങൾ ശശി തരൂരിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിലവിൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, അതിൻ്റെതായിട്ടുള്ള ശക്തി അവർക്കുണ്ട്. ഈ തരൂരിനെ പോലൊരു നേതാവിനെ BJPക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് BJP പോലുള്ള ഒരു പാർട്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് മാതിരി ഒരിക്കലും ആവത്തില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാരണം BJP വേണ്ട വിധത്തിലുള്ള പരിഗണന കൊടുക്കുകയും വേണ്ട വിധത്തിലുള്ള സ്ഥാനങ്ങൾ കൊടുക്കുകയും അത്രത്തോളം തരൂരിന് ഒരു ലോട്ടറി അടിക്കുന്ന തരത്തിലായിരിക്കും BJPയിൽ എത്തിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വൈകാതെ തന്നെ സംഭവിക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസ് തന്നെ എത്തിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.